ആന്ധ്ര ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു മൂവി റിവ്യൂ ആയിട്ടാണ്. മിറാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്നത് ആസിഫ് അലി, അപർണ ബാലമുരളി എന്നൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഫസ്റ്റ് ഹാഫിലേക്ക് വരുവാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു ഫസ്റ്റ് ഹാഫാണ്. നമുക്കൊരു ഓക്കേഷ് ആയിട്ടൊന്നും പറയാവുന്ന രീതിക്ക് ഒരു ഫസ്റ്റ് ഹാഫാണ്. ഈ ഒരു സിനിമയിൽ സാധാരണ ജിത്തു ജോസഫ് സിനിമകളെ പോലെ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഈ ഒരു സിനിമ നല്ല പടമാവും അല്ലെങ്കിൽ ഇതെന്തോ സംഭവം എന്നുള്ളൊരു ഒന്നും തോന്നിയില്ല. അങ്ങനെ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ അത്രയും ഒരു ലോ ആയിട്ടുള്ളൊരു ഹൈപ്പിലാണ് ഈ ഒരു സിനിമയ്ക്ക് പോയത്. അപ്പം അങ്ങനെ ഒരു രീതിക്ക് പോയിട്ട് ശരിക്കും അതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് തന്നെ പറയാം. അത്യാവശ്യം എനിക്ക് നല്ല രീതിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു നല്ല പടമായിരിക്കും. ഞാൻ വിചാരിച്ചത് ഒരു ലാഗായിട്ട് പോകുന്നൊരു ത്രില്ലർ പടമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ഫസ്റ്റ് ഹാഫിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മളെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൽ. പക്ഷേ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണെങ്കിലും ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ ഇൻ്റർവെൽ എടുത്തു പറയേണ്ട സംഭവമാണ്. നല്ലൊരു ഇൻ്റർവെല്ലുണ്ട് ഈ സിനിമയ്ക്ക്. നമുക്ക് ഉറപ്പായിട്ടും ഇൻ്റർവെൽ നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെടും. ഇൻ്റർവെല്ലിൽ കാണുമ്പോഴത്തേക്കിനെ നമുക്കൊരു ഇത് വരും. സെക്കൻഡ് ഹാഫ് കാണാനായിട്ട് കുറച്ചുകൂടെ ഒരു ത്വര ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ കുറേയേറെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെക്കൻഡ് ഹാഫ് തന്നെയാണ്. പിന്നെ എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തൊരു കാര്യം, ആസിഫിലേക്കാട്ടിലും കൂടുതലും നായിക പ്രാധാന്യമുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപർണ ബാലമുരളിക്കാണ് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ അവരുടെ ക്യാരക്ടർ നല്ല രീതിക്ക് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമ തന്നെയാണ്. സ്റ്റോറി ആണെങ്കിലും കിടിലാണ്. ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പസിൽസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മളിങ്ങനെ സ്പ്ലിറ്റായിട്ട് കിടക്കുക. അത് നമ്മളിങ്ങനെ വെച്ച് ജോയിൻ ചെയ്ത് ലാസ്റ്റ് അതൊന്ന് റെഡിയാവും. അതാണ് ഈ ഒരു സിനിമ. ഒറ്റ ഒരു ഇതായിട്ട് പറയുവാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റോറി ഈ ഒരു രീതിക്കാണ് പോകുന്നത്. അപ്പോൾ ട്രാവൽ ചെയ്ത് പോകുന്നൊരു സൈസിലത്തെ ഒരു സ്റ്റോറിയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കുറച്ച് രസമായിട്ടുള്ളൊരു സംഭവമാണ് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ചിലപ്പോൾ മിക്സഡ് റിവ്യൂ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിന് മുമ്പ് ചെയ്ത സിനിമകളെ വെച്ച് കമ്പയർ ചെയ്ത് മിക്സഡ് റിവ്യൂ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിലൊരു ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നൊരു പടമാണ്. നമ്മളത് ആലോചിച്ചിട്ട് വേണം ഈ ഒരു സിനിമ കാണാൻ. അപ്പോൾ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് തന്നെ ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നൈസ് ഒരു ത്രില്ലറാണ്. നമ്മൾ തിയേറ്ററിൽ പോയി കാണുവാണെങ്കിൽ വെർത്തായിട്ടുള്ളൊരു ത്രില്ലറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.